ട്രക്കിങ്ങിനിടെ കാണാതായി 4-ാം നാൾ കുടകിലെ മലയിൽ നിന്ന് സന്തോഷച്ചിരിയുമായി ശരണ്യ തിരികെ. മലമുകളിലെ പാറക്കെട്ടിന് സമീപത്തു നിന്നാണ് തിരച്ചിൽ സംഘം കോഴിക്കോട് സ്വദേശിനി GS ശരണ്യയെ കണ്ടെത്തിയത്. എന്തായാലും പൂർണ്ണ ആരോഗ്യവതിയാണ് ശരണ്യ. 1/2 ലിറ്റർ കുടിവെള്ളം മാത്രമാണ് കൈവശമുണ്ടായിരുന്നതെന്നും പുറത്തെത്തിച്ച രക്ഷാസംഘത്തിന് നന്ദിയെന്നും ശരണ്യ പുറത്തെത്തിച്ചുടൻ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൽ അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ചു പേരെ കണ്ടിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെയും കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. കുറെ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇല്ല എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാത്ത്, ഇതിൻ്റെ ആരണ്യ സംതിങ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവോ മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി, ഫോൺ ഓഫായി. പിന്നെ ഒരു 6:45 വരെ ഞാൻ നടന്നു. പിന്നെ ഒരു സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. അപ്പോൾ ഐ തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക്. അപകടം നിറഞ്ഞ സ്ഥലത്താണ് കഴിഞ്ഞ 4 നാൾ ശരണ്യ കഴിഞ്ഞതെന്ന് രക്ഷാസംഘം. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും. നല്ല ആനയുള്ള സ്ഥലമല്ലേ അത്? പിന്നെ അത് നിൽക്കുന്ന സ്ഥലമല്ല, ആരും പോവില്ല. ഉറപ്പായിട്ടും ശരണ്യയെ കണ്ടെത്തിയെന്ന വാർത്ത വന്നതോടെ വീട്ടുകാരും ആഹ്ലാദത്തിലാണ്. വീട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്, അവരുടെ സന്തോഷങ്ങളിലേക്ക്. സന്തോഷം വേറെ ഒന്നും പറയാനില്ല. കണ്ടിട്ട് ബാക്കി പറയാം, കണ്ടില്ല പോയിട്ട് പറയാം. ഓക്കെ, താങ്ക്സ്. സന്തോഷം, എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക്സ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.